എന്തിനാണ് അള്ളാഹു ഒരു കുടുംബജീവിതം തന്നത്? ഒരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ കേവലം ശാരീരികമായ സുഖത്തിനും സന്തോഷത്തിനും മാത്രമാണോ? എന്തിനാണ് ഒരു കുടുംബജീവിതം അള്ളാഹു തന്നത്? ഖുർആനിൽ വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ഉത്തരം കൊടുക്കുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. നിങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് നിങ്ങളിൽപ്പെട്ട ഒരാളാണ്. തസ്കുനൂ ഇലൈഹാ ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അത് മുഅ്മിനീങ്ങളുടെ മഹാ അനുഗ്രഹമാണ്. അപ്പൊ ഒരു കുടുംബജീവിതം എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്ന് വെച്ചാൽ റബ്ബിന്റെ അനുഗ്രഹമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്. നിങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയാക്കി തന്നു, അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അതെന്തിനു വേണ്ടി? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കാൻ, മനഃശാന്തി കിട്ടാൻ, സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ. അപ്പൊ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ സമാധാനം, ഹാപ്പിനെസ്. ഇനി ഇവിടെ ഇരിക്കുന്ന ആണും പെണ്ണൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിത പങ്കാളി കാരണം സമാധാനാണോ, അല്ലെങ്കിൽ ഉള്ള സമാധാനം പോയതാണോ? പുരുഷന്മാരിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു. കാരണം ജീവിത പങ്കാളി ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പഠനം. അടുത്ത് വന്നൊരു ന്യൂസാണത്. ലോകത്ത് മില്യൺസ് ഓഫ് പുരുഷന്മാർ അവര് അറ്റാക്ക് കാരണം, സൈലന്റ് അറ്റാക്ക് കാരണം മരണപ്പെടുകയാണ്. ഒരു 10 പേർ അറ്റാക്ക് കാരണം മരിച്ചു എന്ന് കേട്ടാൽ അതിൽ 9 പുരുഷന്മാരായിരിക്കും, 1 പെണ്ണായിരിക്കും. നമ്മൾ ഏത് ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്കായി ഒരു പെണ്ണ് മരിച്ചു എന്ന് പൊതുവെ കേൾക്കാറില്ല, വളരെ റയറാണ്. അറ്റാക്ക് മരണം സ്ത്രീകളിൽ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആണുങ്ങളാണ് വലിയൊരു ശതമാനം കൂടുതൽ, പുരുഷന്മാരിലാണ്. അതിനെ സംബന്ധിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠനം നടത്തിയിട്ടുണ്ട്. ലോകത്ത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേവനം ചെയ്യുന്ന ഒരു അസോസിയേഷൻ, സുബ്ഹാനല്ലാഹ്, അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ടുകൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലെ ഒരുപാട് അസോസിയേഷനുകൾ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഇത്തരത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. പുരുഷന്മാരിലെ അറ്റാക്കിനെ സംബന്ധിച്ച് ഒന്ന് ChatGPT ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും. അതിന് ഒരുപാട് റീസണുകൾ പറയുന്നു, ലൈഫ് സ്റ്റൈൽ പറയുന്നു. ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം പറയുന്നത് ആണുങ്ങളിൽ ഇങ്ങനെയുള്ള അറ്റാക്ക് മരണങ്ങൾ ഫാസ്റ്റ് ആവാൻ കാരണം അവർക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കൂടുതലായതുകൊണ്ടാണ്. അവരുടെ ജീവിത പങ്കാളിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കിട്ടുന്ന മാനസിക സമ്മർദ്ദം. ഗൾഫിൽ ഉഷാറായിട്ട് ജോലി ചെയ്യാൻ എപ്പോഴും നാട്ടിൽ നിന്ന് സമ്മർദ്ദം. അയാൾ വീടുണ്ടാക്കിക്കൂടി, മറ്റേ പെണ്ണ് വീടുണ്ടാക്കിക്കൂടി, ആ പുയ്യാപ്പിള വീടുണ്ടാക്കിക്കൂടി, എല്ലാവരും വീടുണ്ടാക്കിക്കൂടി, നിങ്ങൾ മാത്രം എന്തേ ഉണ്ടാക്കിക്കൂടാത്തത്, നിങ്ങൾക്ക് എന്തേ ഒന്നും ചെയ്ത്, ഈ രൂപത്തിലുള്ള ഒരു തരം സമ്മർദ്ദമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദം. ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദം ഏട്രിയൽ ഫൈബ്രിലേഷന് കാരണം ആവുന്നു എന്നാണ് ലേറ്റസ്റ്റ് പഠനം. അത് പെട്ടെന്ന് തന്നെ അറ്റാക്കിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മാനസിക സമ്മർദ്ദമാണ് ആദ്യമായി ഉപേക്ഷിക്കേണ്ടത് ആണും പെണ്ണും. ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണ് ജീവിത പങ്കാളി? സമാധാനത്തിനാണ്. ഒന്നാമത്തെ വചനം. ഇനി രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്കിടയിലുള്ള ബന്ധം അല്ലാഹു ഡിസൈഡ് ചെയ്തത്. ഇത് തമാശക്കളിയല്ല, തോന്നിവാസമല്ല. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. കുടുംബം കുടുംബം എന്ന് പറഞ്ഞ് കുടുംബത്തിന്റെ ശിഥിലീകരണങ്ങൾ അങ്ങേയറ്റമുള്ള ഒരു കാലഘട്ടമാണിത്. പഴയ പോലെയല്ല. ഒരു ചെറിയ കാരണം മതി, അപ്പോഴേക്ക് ഡിവോഴ്സ് വേണം. ഒരു ചെറിയ പ്രശ്നം മതി, അപ്പോഴേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുറത്തൊരു പെൺകുട്ടിയുടെ കാര്യം കാണുമ്പോഴേക്ക് അന്ന് തുടങ്ങി വീട്ടിൽ പ്രശ്നം. ഇങ്ങനെയല്ല. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. നിങ്ങൾ പരസ്പരം വസ്ത്രമാണ്. മാനസിക ശാരീരികമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിനൊക്കെ രസകരമായി മനോഹരമായ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. എത്ര മനോഹരമാണ്.
വസ്ത്രം എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്. വസ്ത്രം എന്ന വാക്ക് നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അത് കേവലം നഗ്നത മറക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സമാധാനമായിട്ട് ഹാപ്പിനെസ്സുമായിട്ട് ബന്ധമുള്ള ഒരു സാധനമാണ് വസ്ത്രം. നഗ്നത മറക്കാൻ വേണ്ടി മാത്രമാണ് വസ്ത്രമെങ്കിൽ നമുക്ക് ഈ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഉടുക്കുന്ന ഒരു മുണ്ടെടുത്ത് വന്നാൽ മതി. സഹോദരിമാർക്കൊക്കെ ഒരു മാക്സി ഇട്ടിട്ട് വന്നാൽ മതി. പക്ഷെ എല്ലാവരും നല്ല ഫർദയും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. ആണുങ്ങളാണെങ്കിൽ ഇസ്തിരി ഇട്ടിട്ട് അല്ലെ, മനുഷ്യന്മാരുടെ ഇടയിൽക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള നല്ല വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഓൾമോസ്റ്റ് ആളുകൾ വരുന്നത്. അല്ലാതെ വീട്ടിൽ ഉടുക്കുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം രാത്രി ഉപയോഗിക്കുന്ന നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടല്ല വരുന്നത്. എന്തുകൊണ്ടാണ്? വസ്ത്രം എന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അത് നമ്മുടെ സമാധാനമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫലങ്ങളുണ്ട് വസ്ത്രത്തിന്. അത് വസ്ത്രത്തെ സംബന്ധിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകും. ലോകത്ത് ഓരോ നാട്ടിലും ഓരോ വസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വൃത്തിയിൽ ഉടുത്തുരുങ്ങേണ്ട അതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് പറയാറുണ്ട്. വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു നടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളുണ്ട്. അല്ലാഹുവിന് ഭംഗി ഇഷ്ടമാണ്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്ന വാക്കിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. ഭംഗിയെ സംബന്ധിച്ച് വൃത്തിയും വെടിപ്പും അത് ഇസ്ലാമിന് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. ആ വസ്ത്രം നമ്മുടെ വൃത്തിയുമായി വെടിപ്പുമായി നമ്മുടെ മനസ്സുമായി സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ വസ്ത്രം എന്ന ഉദാഹരണം അല്ലാഹു ഖുർആനിൽ കൊണ്ടുവരാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പരസ്പരം വസ്ത്രമാണ്, വസ്ത്രം പോലെയാണ്. ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, മെന്റലി ആൻഡ് ഫിസിക്കലി ഏറ്റവും ക്ലോസ് ആണ്, ശാരീരിക മാനസികമായി ഏറ്റവും അടുത്ത് നിൽക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാബ് ഗുഹയുടെ മേലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. നബി തങ്ങൾ പേടിച്ചു പോയി. നബി തങ്ങൾക്ക് 40 വയസ്സുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിത പങ്കാളിക്ക് 55 വയസ്സാണ്. ഖദീജ ബീവിയുടെ വയസ്സ് 55 ആണ്, അല്ലാതെ 30 അല്ല. നമുക്കൊക്കെ 40 ആകുമ്പോൾ നമ്മുടെ ഭാര്യന്റെ വയസ്സ് 28 ആയിരിക്കും, ചിലപ്പോൾ 35 ആയിരിക്കും, അല്ലെങ്കിൽ 36 ആയിരിക്കും. എന്നാൽ ഹബീബിന്റെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻകളിൽപ്പെട്ട മഹദിയായ ഖദീജ, മഹദിന്റെ വയസ്സ് അന്ന് 55 വയസ്സാണ്. നബി തങ്ങൾക്ക് 40 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഗുഹന്റെ മേലേന്ന് താഴേക്ക് ഇറങ്ങുന്നു. പേടിച്ചു, വല്ലാത്ത പേടിയായി. ഖുർആനിൽ അതിന്റെ വാക്കുകൾ, പരിശുദ്ധ ഖുർആനിൽ വന്ന വാക്കുകളാണത്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ നേരെ അവിടെ നിന്നേക്ക് ഇറങ്ങി. കൂട്ടുകാരുടെ വീട്ടിലേക്കാ പോകുന്ന, കൂട്ടുകാരുടെ വീട്ടിലേക്കല്ല പോകുന്നത്. എങ്ങോട്ട്? ഖദീജ ബീവിന്റെ അടുത്തേക്കാണ്. ബീവിക്ക് റളിയല്ലാഹു അൻഹയ്ക്ക് 55 വയസ്സ്, 55 ഇയേഴ്സ് ഓൾഡ് ആണ് മഹദി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ഈ ഹിറാ ഗുഹയിൽ മക്കത്തും മദീനത്തൊക്കെ പോയ ആളുകളാണ് മിക്ക ആളുകളും. പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ പോയവർക്കറിയാം, ഹിറാ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബീവിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു പാസേജിൽ, ആ യാത്രാ വഴിയിൽ നബി തങ്ങളുടെ കൂട്ടുകാരുടെ വീടുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടുള്ളത്. നബി തങ്ങൾക്ക് വേണമെങ്കിൽ നേരെ സുദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് പോകാം. വേറെയും സ്വഹാബിമാരുണ്ട്, അന്ന് സ്വഹാബിയായില്ലെങ്കിലും. സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ, ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, മഹാൻ. നേരത്തെ നബി തങ്ങളുടെ ഫ്രണ്ടാണ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടൊന്നും ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊന്നല്ല പോയത്. നബി തങ്ങൾ ഒരു മെന്റൽ ഡിപ്രഷൻ വന്നപ്പോ, ഒരു മാനസികമായ ഒരൽപ്പം വിഷമം വന്നപ്പോ, ഈ ഒരു നുബുവത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതങ്ങനെ ഹദീസുകളിൽ വിശാലാർത്ഥത്തിൽ നബി തങ്ങൾ തന്നെ പറയുന്ന വാക്കുകൾ ഇമാമികൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ നുബുവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ഒരൽപ്പം ബേജാറും സങ്കടങ്ങളെ സംബന്ധിച്ചൊക്കെ കിതാബുകളിലുണ്ട്. നബി തങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് ഖദീജ ബീവിന്റെ അടുത്തേക്കാണ്. മോളെ സമ്മിലൂനി സമ്മിലൂനി ഖദീജ റളിയല്ലാഹു അൻഹാ ബീവിന്റെ അടുത്തേക്കാണ് നബി തങ്ങൾ ചെല്ലുന്നത്. ഖദീജ ബീവിന്റെ അടുത്തേക്ക്. സമ്മിലൂനി, ആ പുതപ്പ് കൊണ്ട് എന്നെ മൂടുമോ ഖദീജ? ഈ വാക്കിന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയോട് തസവുഫിന്റെ അലിമീങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. മോളെ ഖദീജ, ഒന്ന് പുതപ്പാകുമോ എന്നു പോലും ആ വാക്കിന് വിശദീകരിച്ചവരുണ്ട്. സമ്മിലൂനി, ആ പുതപ്പ് കൊണ്ടൊന്ന് മൂടൂ. പേടിച്ച് സങ്കടപ്പെട്ട് നബി തങ്ങൾ വരികയാണ്. ഖദീജ റളിയല്ലാഹു തആല അവിടെ ഇരിക്കുകയും നബി തങ്ങളെ ചേർത്ത് പിടിക്കുകയും മടിയിലേക്ക് കിടത്തുകയും ഹബീബിന് ആശ്വാസത്തിന്റെ വാക്ക് പറയുകയും ഹബീബിന് ഏറ്റവും വലിയ പുതപ്പായി, ഹബീബിന് ഏറ്റവും വലിയ സ്നേഹത്തണലായി മാറുകയാണ്.
ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. നിങ്ങൾ ഒരാൾ മാത്രമല്ല, അവിടെ വാക്ക് തന്നെ അത്ഭുതമാണ് അല്ലാഹുവിന്റെ പ്രയോഗം. അതിനെ സംബന്ധിച്ചും ആ ഭാഷയുടെ ഭംഗി ഉലമാക്കൾക്കൊക്കെ അറിയാം. അതിന്റെ ഫസാഹ, അതിന്റെ സാഹിത്യ ഭംഗിയെ സംബന്ധിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. അറബ് ഭാഷ അറിയുന്നവർക്കറിയാം അതിന്റെ സാഹിത്യ ഭംഗി. ഒരാളുടെ വിഷയം മാത്രം പറഞ്ഞല്ലോ. ഒരാള് ഭർത്താവ് ഭാര്യന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ മീനിങ് ഫുൾ ആണ്, അവിടെ നിർത്തിയാൽ മതി. പക്ഷെ അള്ളാഹു അവിടെ കൃത്യമായി നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന മനോഹരമായ വാക്കാ പ്രയോഗിക്കുന്നത്. അപ്പൊ ഒരു കുടുംബജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവണമെങ്കിൽ, വിജയം ഉണ്ടാകണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് രണ്ടുപേരും വിചാരിക്കണം, ആണും പെണ്ണും വിചാരിക്കണം. രണ്ടുപേർക്കും ചില അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ലൈഫിൽ നമുക്ക് വിജയം ഉണ്ടാകും. ഓരോ വചനത്തിലും അതിന്റെ സൂചന നമുക്ക് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല വിശുദ്ധ ഖുർആനിൽ ഒരു സംഗതി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹുന്ന ലിബാസുൽ ലക്കും എന്ന വാക്കിന് തൊട്ട് ശേഷം വഅൻതും ലിബാസുൽ ലഹുൻ. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, നിങ്ങൾ അവളുടെയും വസ്ത്രമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യത, കടമയുണ്ട്. നിങ്ങൾ പരസ്പരം വസ്ത്രമാണ്, വസ്ത്രം പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ.